അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് മഗ്‌രിബോടുകൂടി നമുക്ക് റജബ് മാസപ്പിറവി പ്രതീക്ഷിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് ഈ ഒരു ദിവസം. മാസം 29 മിക്കവാറും 100% അതല്ലെങ്കിൽ 99% ഇന്ന് കാണുന്ന ഒരു ദിവസമാണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസപ്പിറവി കണ്ട ഉടനെ ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളും ചെറിയ ദുആകളുമാണ്. ഉറപ്പായിട്ടും എല്ലാ മുഅ്മിനീങ്ങളും ഈ ഒരു റജബ് മാസപ്പിറവിയെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ, ശ്രേഷ്ഠതകൾ ഉള്ള നിറഞ്ഞ അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസം. ഈ മാസപ്പിറവി കണ്ട ഉടനെ ചൊല്ലേണ്ടത് നമ്മൾ അല്ലാഹു അക്ബർ എന്നതാണ്. അതുപോലെ തന്നെ ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, അതുപോലെ തന്നെ നീ ഞങ്ങളെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ. ഈ ഒരു ബറക്കത്തിനെ അല്ലാഹുവേ നീ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നുള്ളത്. അതുപോലെ അതോടുകൂടെ തന്നെ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വത്തിലാവത്തിൽ ഖുർആൻ എന്നും കൂടി ദുആ ഇരക്കുക. അതുപോലെ തന്നെ ചൊല്ലേണ്ട മറ്റൊരു ചെറിയ ദുആ ആണ് അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ അസ്സലാമത്തി വൽ ഇസ്ലാം വ തൗഫീഖി ലിമാ തുഹിബ്ബു വ തർളാ റബ്ബുനാ വ റബ്ബുക്കല്ലാ. അല്ലാഹു ഈ ഒരു മാസം നമുക്ക് സലാമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും എല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ആക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ ഒരു മാസം നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതകളും അള്ളാഹുവിൻ്റെ ഫളല് നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു മാസം തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒഴിവുള്ള സമയങ്ങളിലെല്ലാം ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാസം, ഈ ഒരു ദിവസം നമ്മൾ റജബ് മാസപ്പിറവി കണ്ട അന്ന് അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ ചെയ്ത് ആ ഒരു രാത്രിയെ നമ്മൾ ഹയാത്താക്കിയാൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു തആല അവൻ്റെ ഖൽബ് ഈമാൻ നിറച്ചതാക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന ആളുകളിൽ അവനെ ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല പൊറുക്കപ്പെടുമെന്നുള്ളതും അവൻ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന ഒരുപാട്, അതുപോലെ തന്നെ ദുനിയാവിൽ നമുക്കുള്ള വിഭവങ്ങളിൽ ബറക്കത്ത് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു റജബ് മാസപ്പിറവി കണ്ട ഉടനെ അന്നത്തെ ആ ഒരു രാത്രി അവൻ ഹയാത്താക്കുക. അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ മാത്രം ചെയ്ത് ഹയാത്താക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പുണ്യങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ റജബ് മാസപ്പിറവി ഇന്ന് കണ്ടാൽ നമ്മൾ നാളെ ശനിയാഴ്ച നോമ്പ് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റജബ് മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നത് നല്ലതാണെങ്കിലും ഒന്നിടവിട്ട് ദിവസങ്ങളിലൊക്കെ മഹത്തുക്കളായ ആളുകൾ പറയുന്നു നോമ്പ് പിടിക്കൽ ഏറ്റവും സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ചും ഈ ഒരു മാസം നോമ്പ് പിടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അത് ഉറപ്പായിട്ടും റജബ് മാസപ്പിറവി കണ്ട ദിവസങ്ങൾ രാത്രി നിങ്ങൾ ചൊല്ലുക. ആ ഒരു 30 ആയത്തുള്ള ഈ ഒരു സൂറത്തിന് ആ ഒരു മാസം മുഴുവൻ തികക്കാൻ, അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഈ ഒരു 30 ആയത്തുള്ള നമ്മുടെ സൂറത്തുൽ മുൽക്ക് മതിയാവും എന്ന് പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റജബ് മാസത്തിലെ നോമ്പിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. സ്വർഗത്തിൽ റജബ് എന്നൊരു നദി തന്നെയുണ്ട്. അതിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് ഇങ്ങനെ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവർക്കാണ് എന്നുള്ളത് നമ്മൾ മറക്കാതെ മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി എല്ലാവർക്കും അല്ലാഹു തആല ഇബാദത്തിലാക്കുവാനും പിറ്റേ ദിവസം നോമ്പനുഷ്ഠിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നല്ലൊരു ദുആ ആണ് ഇന്ന് ചൊല്ലാൻ. മാസപ്പിറവി കണ്ടാൽ ഉടനെ ചൊല്ലുക. ഈ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ഈ ഒരു ദുആ കൂടി നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.